നിന്റെ മാത്രം സഖി ഭാഗം 8. ഞാനിത് സമ്മതിക്കില്ല, ലച്ചു പറഞ്ഞു. എന്താ ഇതൊക്കെ? ലച്ചു ആരെ ശ്രീയേട്ടൻ്റെ? ഹിമ ചോദിച്ചു. ഇല്ലടാ, എൻ്റെ കൊന്നാലും ഞാൻ സമ്മതിച്ച് തരില്ല, ലച്ചു വാശിയോട് പറഞ്ഞു. ശ്രീയേട്ടൻ എന്താ ഒന്നും പറയാത്തത്? ഹിമയുടെ ശബ്ദം ഇടറി. ഒന്ന് നിർത്തിക്കേ ലച്ചു, ഇത് ലൈബ്രറിയാണ്, ഒച്ച വെക്കല്ലേ, ശ്രീ അവിടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, ലൈബ്രറിയിൽ വന്നിരുന്ന് ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കിയിരിക്കുന്നതിന് കുഴപ്പമില്ല, ഞാനൊന്ന് ഒച്ച വെച്ചതിനാണ് എനിക്ക് പ്രശ്നം. നിങ്ങൾ തമ്മിൽ ഒന്നിക്കഴിഞ്ഞാൽ സമ്മതിക്കില്ല. ലച്ചു നിർത്തുന്ന മിനു പറഞ്ഞു. ശ്രീയേട്ടാ, ലച്ചു ആരാ ശ്രീയേട്ടൻ്റെ? ഹിമയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇതെൻ്റെ അനിയത്തിയാണ് ഹിമ. അപ്പോഴാണ് ഹിമയ്ക്ക് പകുതി ആശ്വാസമായത്. ലച്ചു എന്താ സമ്മതിക്കാത്തത്? ഹിമ ആലോചിച്ചു. എന്നാൽ നീ ഇന്നലെ രാത്രി എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുത്ത ഫോൺ താ. പിന്നെ ഇന്നലെ പറഞ്ഞ കാര്യത്തിന് സമ്മതിക്കണം. എന്നാൽ ഞാൻ സമ്മതിക്കാം, അവൾ അവനോട് ഗൗരവത്തോട് പറഞ്ഞു. ഓക്കെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ശരിക്കും? ലച്ചു അത്ഭുതത്തോട് ചോദിച്ചു. ആ, ശരിക്കും, അത് പറഞ്ഞവൻ പോക്കറ്റിൽ നിന്ന് അവളുടെ ഫോൺ എടുത്തു കൊടുത്തു. നതുനെ, നമുക്കെന്നാൽ ക്ലാസ്സിലേക്ക് പോയാലോ? സൊല്ലിതൊക്കെ മതി, ലച്ചു ഹിമയുടെ തോളിൽ പിടിച്ചുകൊണ്ടു പറഞ്ഞു. ഹിമു ഞെട്ടലോടെ ലച്ചുവിനെ നോക്കി. ഇഷ്ടമായില്ലേ വിളിച്ചത്? ലച്ചു ചോദിച്ചു. നീ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ട്? കണ്ണുകൾ നിറഞ്ഞത് അമർത്തി തുടച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു, കണ്ണടച്ചുകൊണ്ട് ലച്ചു പറഞ്ഞു. എന്നാ വാ പോകാം, മിന്നു പറഞ്ഞു. ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങാൻ നേരം ശ്രീയെ ഹിമ ഒന്ന് നോക്കി. ശ്രീ അവളെ കൺചിമ്മി കാണിച്ചു. ഇതൊക്കെ എപ്പോഴായിരുന്നു? ലച്ചു ചോദിച്ചു. പൂച്ച കണ്ണടച്ച് പാൽ കുടിച്ചതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, മിന്നു ഹിമയെ നോക്കി പറഞ്ഞു. എന്തായാലും ഞങ്ങൾക്ക് ഈ ലവ് സ്റ്റോറി കേൾക്കണം, ലച്ചു പറഞ്ഞു. അതൊക്കെ പറയാൻ മോളെ, ഇഷ്ടംപോലെ സമയം കിടക്കുമല്ലേ, ഹിമ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേ മിന്നു, നമ്മുടെ ഏഞ്ചൽ അല്ലേ അത്? ലച്ചു പറഞ്ഞപ്പോഴാണ് ഹിമയും മിന്നുവും റിസുവും അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നത്. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ കാര്യമായ പ്രശ്നമാണെന്ന് അവർക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അവർ 4 പേരും ഏഞ്ചലിൻ്റെ അടുക്കലെത്തി. മര്യാദക്ക് ഫോൺ താഴോ, അത് പറയുന്നതോടൊപ്പം അവളുടെ കണ്ണുകളിൽ വെറുപ്പും ദേഷ്യവും നിറഞ്ഞു. എന്താ ഏഞ്ചൽ ഇത്? എന്താ പ്രശ്നം? മിന്നു അവളുടെ അരികിൽ ചെന്ന് ചോദിച്ചു. എൻ്റെ ഫോട്ടോ ഇവൻ എടുത്ത് മിന്നു, അത് ഞാൻ കണ്ടപ്പോൾ ഇവൻ്റെ മുഖത്തൊരു വെപ്രാളം. മര്യാദക്ക് അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. ഏഞ്ചൽ ദേഷ്യത്തോടെ നിന്നു. ചേട്ടാ, ആ ഫോണൊന്നും തന്നെ, ഞങ്ങൾ നോക്കട്ടെ, മിന്നു പറഞ്ഞു. കണ്ണിൽ കാണുന്നവരുടെ കയ്യിൽ ഞാൻ ഫോൺ കൊടുക്കാറില്ല, അവൻ അവർക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞു. എന്നാൽ ഗ്യാലറി തുറന്ന് കാണിച്ചാലും മതി, ഒന്ന് ഉറപ്പ് വരുത്തണ്ടേ ഞങ്ങൾക്ക്, അതിൽ ഫോട്ടോ ഉണ്ടോ ഇല്ലയോ എന്ന്, മിന്നു പറഞ്ഞു. ഞാൻ തരില്ല, കാണിക്കാൻ എനിക്ക് മനസ്സില്ല. അവൻ ഉരുണ്ട് കളിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അയാൾ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് മിന്നുവിന് മനസ്സിലായി. അപ്പോൾ കണ്ണി കാണുന്നവരുടെ ഫോട്ടോ എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലേ, മര്യാദക്ക് ഫോൺ എടുക്കടോ. അത് പറയുന്നതോടൊപ്പം ഏഞ്ചൽ അവൻ്റെ ഇടത്തെ കയ്യിലുണ്ടായിരുന്ന ഫോൺ കൈക്കലാക്കാൻ നോക്കി. എന്നാൽ അതിനു മുമ്പ് അവളുടെ നീക്കം മനസ്സിലാക്കിയ അവൻ ഫോൺ വലത്തെ കൈക്കുള്ളിലാക്കി ഭദ്രമായി പിടിച്ചു. എന്നാൽ ഫോണിന് പകരം അവൻ്റെ കയ്യിലാണ് ഏഞ്ചലിൻ്റെ പിടി വീണത്. ഏഞ്ചൽ അവൻ്റെ കയ്യിൽ പിടിച്ചതുകൊണ്ട് അവനും ആ പിടുത്തത്തിലാണ് ശ്രദ്ധ ഊന്നിയത്. ഇത് മനസ്സിലാക്കി മിന്നു അവൻ്റെ വലത്തെ കയ്യിലിരുന്ന മൊബൈൽ വേഗം തന്നെ കൈക്കുള്ളിലാക്കി. ഭാഗ്യത്തിന് ലോക്കല്ലായിരുന്നു. വേഗം തന്നെ മിന്നു ഗ്യാലറി എടുത്തു. ഏഞ്ചലിൻ്റെ ഫോട്ടോ കണ്ടതും അവൾ വേഗം തന്നെ അത് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. അവളുടെ മനസ്സിൽ അവനൊരു മോശക്കാരനാണെന്ന് തെളിഞ്ഞു വന്നു. ആരോട് ചോദിച്ചിട്ടാടി എൻ്റെ ഫോൺ എടുത്തത്? അതൊരു അലർച്ചയായിരുന്നു. അത് കേട്ടതും മിന്നു അടക്കം അവിടെ നിന്നവർ ഞെട്ടി. പെട്ടെന്ന് തന്നെ ധൈര്യം സംഭരിച്ച് മിന്നു അവനടുത്തേക്ക് ചെന്നു. ഒരാൾ അറിയാതെ അവരുടെ അനുവാദം കൂടാതെ ഫോട്ടോ എടുക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല മിസ്റ്റർ. ആ ഫോട്ടോ കളയാനാണ് ഞാൻ എടുത്തത്, അത് ഞാൻ കളഞ്ഞിട്ടുണ്ട്, അവൾ പറഞ്ഞു. നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുവാണോ? എന്നാൽ അത് എട്ടാക്കി മടക്കി കയ്യിൽ തന്നെ വെച്ചോ. അവൻ്റെ വാക്കുകളിൽ അഹങ്കാരം നിറഞ്ഞിരുന്നു. മര്യാദ പഠിപ്പിക്കാനാണേൽ അതും പഠിപ്പിക്കും, മിന്നു ശാന്തമായി നിന്നുകൊണ്ട് പറഞ്ഞു. ഒന്ന് പോടി, നീ പഠിപ്പിക്കും കുറേ. നീയേ പെണ്ണാ, വെറും പെണ്ണ്. ആണുങ്ങളുടെ മേൽ കുതിര കയറാൻ വന്നേക്കുന്നു. എത്രയൊക്കെ ചാടിയാലും ആണിൻ്റെ കാൽച്ചുവട്ടിലാണ് നീയൊക്കെ. അങ്ങനെയുള്ള പഴഞ്ചൻ ചിന്താഗതിയൊക്കെ മാറിയിട്ട് കാലം എത്രയായി. അതുകൊണ്ട് ഇനിയെങ്കിലും സ്ത്രീകൾ അടിമയാണെന്ന കാഴ്ചപ്പാട് മാറ്റി സ്ത്രീകളോട് മര്യാദക്ക് പെരുമാറാൻ പഠിക്കണം. തൻ്റെ അമ്മ ഒരു സ്ത്രീയല്ലേ, അവരോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. വിദ്യാഭ്യാസം നേടുന്നത് അറിവിനാണ്, അതും മനുഷ്യരെ മനസ്സിലാക്കാനും എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കാനും, അല്ലാതെ എത്രയൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല. അത് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഫോൺ തിരികെ നൽകി ഏഞ്ചലുമായി അവൾ അവർക്കരികിലേക്ക് നടന്നു. ചുറ്റും നിന്നവരുടെ മുഖങ്ങളിൽ അവനോടുള്ള വെറുപ്പ് നിറയുകയും
അവളുടെ വാക്കുകളോടും അവളോടും ആദരവ് തോന്നുകയും ചെയ്തു. അതവനിൽ അവളോടുള്ള പക കൂടാൻ കാരണമായി. മുഷ്ടിയുരുട്ടി അവൻ ദേഷ്യം നിയന്ത്രിച്ചു. ഇത് നമ്മുടെ മിന്നു തന്നെയാണോ? ഹിമ അതിശയത്തോടെ ചോദിച്ചു. ഇതാണ്ട് എൻ്റെ മിന്നു, ഇങ്ങനെയായിരുന്നട എൻ്റെ മിന്നു, ലച്ചു ഉത്സാഹത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ തോളിൽ പിടിച്ചു. അവനൊരെണ്ണം പൊട്ടിക്കണമായിരുന്നു, ഏഞ്ചൽ ദേഷ്യം കടിച്ചമർത്തി പറഞ്ഞു. അതെന്തിനാ അടിപിടിക്ക് പോകുന്നത്? അടിയേക്കാൾ നല്ലത് മിന്നു അയാളോട് പറഞ്ഞ വാക്കുകളാണ്. ബോധമുള്ള വ്യക്തിയാണ് ഇത് മതി മനസ്സിലാക്കാൻ, റസു പറഞ്ഞു. അതെ, അത് കാര്യം. ഹിമയും അത് ശരിവെച്ചു. ഇത് കണ്ടുകൊണ്ട് നിന്ന ആരുഷ് സാറിന് അവളോട് എന്തെന്നില്ലാത്ത മതിപ്പ് തോന്നി. സായുജും അവളെ മനസ്സിലാക്കുകയായിരുന്നു, അവളുടെ ആത്മധൈര്യവും അവൾ അവന് നൽകിയ മറുപടിയും. പക്ഷേ പെട്ടെന്ന് തന്നെ അവനെക്കുറിച്ചും അവൻ്റെ കൂട്ടരെക്കുറിച്ചും ചിന്തിച്ചതോടെ സായുജിൽ അമർഷം നിറഞ്ഞു. ജിഷ്ണുവിനും കൂട്ടർക്കും അവൾ ധൈര്യമുള്ള കുട്ടിയാണെന്ന് അന്ന് മനസ്സിലായിരുന്നു. ഒട്ടും പതറാതെ പറഞ്ഞ കാര്യം ധൈര്യത്തോടെ അന്നവൾ ചെയ്തു. സാധാരണ അങ്ങനത്തെ പ്രൊപ്പോസൽ രംഗങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ പേടിച്ചു നിൽക്കുന്ന പെൺകുട്ടികളുടെ ഭാവം കാണുമ്പോൾ തന്നെ വേണ്ടെന്ന് പറയും. കാരണം ഇനി വല്ല തലയൊട്ടിയും വീണാൽ തങ്ങൾക്ക് പണിയാവുമല്ലോ എന്നോർത്ത്. എന്തായാലും ജിഷ്ണുവിൻ്റെ ഉള്ളിൽ മിന്നു എങ്ങനെയൊക്കെയോ അവൻ പോലും അറിയാതെ ചേക്കേറി. ആരുഷിൻ്റെ നോട്ടം അവൻ പോലും അറിയാതെ മിന്നുവിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. മിന്നു, ആരുഷ് സാർ നിന്നെ നോക്കുന്നുണ്ട്, ലച്ചു മിന്നുവിൻ്റെ കാതിനരികിൽ ചെന്ന് പറഞ്ഞു. എന്തെങ്കിലും പണി തരാനായിരിക്കും, മിന്നു പറഞ്ഞു. കണ്ടിട്ട് അങ്ങനെ തോന്നണില്ല, ലച്ചു പറഞ്ഞു. സൈലൻസ് പ്ലീസ്, ആരുഷ് അവരുടെ ഭാഗത്തേക്ക് നോക്കി പറഞ്ഞു. നിനക്കെന്താ തോന്നുന്നത്? മിന്നു പതിഞ്ഞ സ്വരത്തിൽ ലച്ചുവിനോട് ചോദിച്ചു. ആവോ, ഒന്ന് പൊക്കോണം. അത് കുറച്ച് ഉറക്കെയാണ് അവൾ പറഞ്ഞത്. ഏക്ന, അവൻ്റെ ദേഷ്യത്തോടെയുള്ള വിളി കേട്ടതും ക്ലാസ്സിലുള്ളവർ നടുങ്ങി. യെസ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് മിന്നു ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. എന്താണ് അവിടെ? അവൻ സംശയഭാവത്തോട് ചോദിച്ചു. ഇവിടെ ഒന്നുമില്ല സാർ, അവൾ ബെഞ്ചിൽ ഇരിക്കുന്നവരെ നോക്കി താഴത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ക്ലാസ്സിൽ കൂട്ടച്ചിരി ഉയർന്നു. സ്റ്റോപ്പ് ഇറ്റ്, അവൻ്റെ സ്വരം കനത്തതും അവിടെ നിശബ്ദമായി. ക്ലാസ് എടുക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കണം, അല്ലാതെ മറ്റുള്ള സംസാരത്തിന് പോകരുത്, അവൻ അവിടെ അവളുടെ അടുത്തിരിക്കുന്ന ലച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പോയില്ല സാർ, അവൾ ലച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ എന്തായിരുന്നു അവിടെ സംസാരം? അവൻ സംശയത്തോടെ ചോദിച്ചു. അതൊരു ചെറിയ സംശയം സാർ, അവൾ പെട്ടെന്ന് പറഞ്ഞു. എന്താണ് സംശയം? അവൻ അവളുടെ അടുത്തേക്ക് വന്നു. എന്തു പറയുമെന്ന് മിന്നു ആലോചിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. കയ്യിലുണ്ടായിരുന്ന ബുക്കിലെ ഒരു ഭാഗം കാണിച്ചു കൊടുത്തു. ഈ ഭാഗമല്ലേ? ഇൻ്റർവെല്ലിന് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വാ, പറഞ്ഞു തരാം. അവൻ അത് നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു. ഓക്കെ സാർ. അവൾ ഇരുന്നു. അങ്ങനെ ആ 5 അംഗ സംഘം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു. എടി, ദേ അവനല്ലേ ഏഞ്ചലിൻ്റെ ഫോട്ടോ എടുത്തത്? റസു അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെ, സൂക്ഷിച്ചു കണ്ടൊക്കെ നടന്നു എല്ലാവരും. ഏഞ്ചലെ, നീ ഫോട്ടോ എടുക്കുന്നത് കണ്ടത് നന്നായി, മിന്നു പറഞ്ഞു. അവനെ കാണുമ്പോൾ 2 എണ്ണം പൊട്ടിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക്, ഏഞ്ചൽ ദേഷ്യത്തോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വേണ്ട ഏഞ്ചൽ, ഇനി പ്രശ്നത്തിന് പോകണ്ട, ഹിമ പറഞ്ഞു. എന്നാൽ ഇനിയാണ് അവരുടെ നേരെ പ്രശ്നങ്ങൾ വരാൻ പോകുന്നതെന്ന് അവർ ചിന്തിച്ചിരുന്നില്ല. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ അവരെത്തി. അങ്ങോട്ട് പോകണോ അതോ ക്ലാസ്സിലേക്ക് തിരിച്ച് അടക്കണോ? മിന്നു മനസ്സിൽ ആലോചിച്ചു. എന്താ മിന്നു പോകുന്നില്ലേ? ഹിമ ചോദിച്ചു. നിങ്ങളും കൂടി വാ, മിന്നു അവരെല്ലാവരെയും വിളിച്ചു. അത് ഞങ്ങൾ വരണോ? ഏഞ്ചൽ ചോദിച്ചു. വരണം, മിന്നു പറഞ്ഞു. എന്നാ വാ, ഏഞ്ചൽ പറഞ്ഞു. സാർ, ബുക്കിൽ ശ്രദ്ധയൂന്നിയിരുന്ന ആരുഷ് മുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും അവൻ എന്താണെന്ന അർത്ഥത്തിൽ അവരെ നോക്കി. സാർ വരാൻ പറഞ്ഞില്ലേ? ഹിമ ചോദിച്ചു. അതെ, നിങ്ങൾക്ക് 5 പേർക്ക് സംശയമുണ്ടോ? അവൻ സംശയത്തോട് ചോദിച്ചു. നോ സാർ, മിന്നു ഒഴികെ ബാക്കിയുള്ളവർ പറഞ്ഞു. എന്നാൽ സംശയമുള്ളയാൾ നിന്നാൽ മതി. അതെ, സാന്ദ്ര മിസ്സിന് ലീവാണ്, അതുകൊണ്ട് ഈ പീരീഡ് നിങ്ങൾക്ക് ലൈബ്രറിയാണ്. ക്ലാസ്സിൽ പറഞ്ഞേക്കണം. പിന്നെ ലൈബ്രറിയിലെ ബുക്കിൽ സൈൻ ഇടണം, അതിൽ സൈൻ ഉണ്ടെങ്കിലേ ഞാൻ അറ്റൻഡൻസ് തരൂ, ആരുഷ് പറഞ്ഞു. ഓക്കെ സാർ. അവർ 4 പേരും അവിടെ നിന്ന് ഇറങ്ങി. എന്നാൽ ഞാനും പൊക്കോട്ടെ? മിന്നു ചോദിച്ചു. ഏയ്, താനിവിടെ നിൽക്ക്, തനിക്ക് സംശയം തീർക്കണ്ടേ, ആരുഷ് പറഞ്ഞു. തുടരും.